കഴിഞ്ഞ ദിവസം ഒരു പടം കണ്ടു, അണ്ടിൽ ഡൗൺ എന്ന് പറഞ്ഞ അങ്ങനെയാന്ന് തോന്നുന്നു പേര്. കുഴപ്പമില്ല, ഒരു കണ്ടിരിക്കാം. ഒരു ഗെയിമിൻ്റെ ഒരു സംഭവമായിട്ട് ഇറക്കിയൊരു സിനിമയാണ്. വേറെ എന്താ പറയുന്നത് വെച്ചാൽ, സിനിമ ഇറങ്ങിയിട്ട് ഒരു മാസമായി. എനിക്ക് കഴിഞ്ഞ ദിവസമാണ് സിനിമയൊന്ന് കാണാൻ പറ്റിയത്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം കറണ്ടൊന്നും ഇല്ലായിരുന്നു. ഫുള്ളി ഇരുട്ടിൽ, റൂമിൻ്റെ അകത്ത് ഫുള്ളി ഇരുട്ടിൽ ഹെഡ്സെറ്റൊക്കെ വെച്ച് കണ്ട് അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് വരുന്ന ഒരു മികച്ചൊരു ചിത്രമാണ്. സിനിമയെക്കുറിച്ച് എടുത്തു പറയുകയാണ്, ഏകദേശം ഒരു ഗെയിമിൻ്റെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു ഗെയിമിൻ്റെ ഇതാക്കി എടുത്ത ഒരു സിനിമയാണ്. ഏകദേശം $12 മില്യൺ ബഡ്ജറ്റ് എന്ന് പറയണേ. ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയണേ 50 മില്യൺ കളക്ഷൻ ലഭിച്ചു. കുഴപ്പമില്ല, ഒരു നല്ലൊരു പടം. സിനിമയെക്കുറിച്ച് വേറെ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വീട്ടിലൊരു 4-5 പേര് ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് അവർ ആ വീടിൻ്റെ അകത്ത് കയറുന്നു. അപ്പോൾ അന്നേരം തന്നെ വൈകിട്ട് സന്ധ്യയായി, രാത്രി ആയി കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തേക്ക് പോയി വേറെ അങ്ങ് പോകാൻ എന്ന് വെച്ചാൽ ഒരു സംഭവം പറഞ്ഞ് അവിടെ തന്നെ പെട്ടി കിടക്കൂടെ, ഒരു ടൈം ലൂപ്പ് പോലെ. കാരണം ഇവർ രാത്രിയാകുമ്പോൾ, ഇവർ 4-5 പേരുണ്ട്. ഇപ്പോൾ 4-5 പേര് രാത്രിയാകുമ്പോൾ ആ വീടിൻ്റെ അകത്ത് വേറൊരാളുണ്ട്, ഒരു സോംബി പോലെ വന്ന ഒരു സൈക്കോ പോലെ ഒരു പുള്ളി. ഈ പുള്ളി വന്ന് ഇവരെയൊക്കെ 4 പേരെ അടിച്ച് കൊല്ലും. അന്നേരം ഇവരെല്ലാവരും മരിക്കും. എന്നിട്ട് വേറൊരു ടൈം ലൂപ്പ് സംഭവിച്ചെന്ന് വെച്ചാൽ പിന്നെ ഇവർ തിരിച്ച് വീണ്ടും വരും. എന്നിട്ട് വീണ്ടും വന്ന് ഒരാൾ, ഏതോ ഒരു കൊലയാളി വന്ന് ഇവർ വീണ്ടും കൊല്ലും. എന്നിട്ട് വീണ്ടും ഇവർ ജീവനോടെ വരും. അങ്ങനെയാണ് കഥ ഇങ്ങനെ തുടർന്നുകൊണ്ടായിട്ട് പോകാം. എന്തായാലും ബോറടിപ്പിക്കില്ല, ഒത്തിരി ലാഗോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, രാത്രി മുഴുവൻ സർവൈവ് ചെയ്യണം. സർവൈവ് ചെയ്തില്ലെങ്കിൽ പകലാകുമ്പോൾ ഇവർ സോംബികളായി മാറും. കാരണം അതൊരു വീട്, അതിൻ്റെ അടിയിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കയറാൻ നടക്കുന്ന സംഭവമൊക്കെയാണ്. ഒരു ബെസ്റ്റ് ഒരു ഹൊയർ ഫീലിംഗ് തരുന്നൊരു നല്ലൊരു മികച്ച ചിത്രമാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. വേറെ എന്താണെന്ന് വെച്ചാൽ, വേറെ സിനിമയെക്കുറിച്ച് പറയുവാണെങ്കിൽ എന്തടാ 12 മില്യൺ ബഡ്ജറ്റിൽ ഇറക്കിയൊരു പടമാണ്. ബോക്സ് ഓഫീസ് കളക്ഷൻ ഒരു 50 മില്യൺ എങ്കിലും ലഭിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ്. കറണ്ട് ഇല്ലാത്ത സമയത്ത് അടിപൊളിയായിരുന്നു. നല്ല വൈബായിരുന്നു, ഹെഡ്സെറ്റൊക്കെ വെച്ചു. ഞാൻ വേറൊരു കാര്യമായിട്ട് കേട്ടോ, വയലൻസ് അങ്ങേയറ്റുണ്ട് സിനിമയിൽ. എൻ്റെ അമ്മോ, വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമല്ല, നല്ല വയലൻസ് ഉണ്ട് പടത്തിൽ. പിന്നെ അമ്മയ്ക്ക് പിന്നെ വയലൻസ് കണ്ട അങ്ങനെ അറപ്പ് കാര്യങ്ങളൊന്നും തോന്നാത്തതുകൊണ്ട് പിന്നെ വിഷയമില്ല കേട്ടോ. കുഴപ്പമില്ല. വേറെ ഇനിയിപ്പോൾ വേറെ എന്നാ പറയണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. വീഡിയോ റിവ്യൂ ഇങ്ങനെ ചെയ്യേണ്ടെന്ന് കരുതിയതാണ്. കാരണം പിന്നെ സിനിമ കണ്ടപ്പോൾ റിവ്യൂ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ 2.5 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ 2.5 മിനിറ്റായി ഞാൻ പരിപാടി അവസാനിപ്പിക്കും. കാരണം ഇവിടെ കറണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ജനറേറ്ററിലാണ് കറണ്ട് വന്നാക്കണേ. അല്ലാണ്ട് കറണ്ടൊന്നുമില്ല, വൈഫൈ ഒക്കെ ഓഫായി കിടക്കുവാണ്. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഈ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ 2.5 മിനിറ്റ് തന്നെ അവസാനിപ്പിക്കാട്ടോ. കാരണം വൈഫൈ ഒത്തിരി ലോങ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് MB ഒക്കെ ആവും. അങ്ങനെ വൈഫൈയും കൂടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സാധാരണ നെറ്റിലാണ് ഞാൻ അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം. കുഴപ്പമില്ല, എനിക്ക് കണ്ടിരിക്കാം കേട്ടോ. സിനിമയുടെ പേര് ഇപ്പം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സിനിമയുടെ പേര്, കണ്ടുവെക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും.